എൻ്റെ പേര് ശാലിനി. ഞാൻ 4-ാം വാർഡിലാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ കുടുംബശ്രീയുടെ പേര് ഗൃഹലക്ഷ്മി കുടുംബശ്രീ വനിതാ സ്വയം സഹായ സംഘം. ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പോയതിന് ശേഷം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി. 7.5 വർഷം അവിടെ സ്റ്റാഫായിട്ട് ജോലി ചെയ്ത് പിന്നെ ഈ അയൽക്കൂട്ടം വഴിയൊക്കെ നമ്മൾ ജോലിക്കൊക്കെ പോയതിന് ശേഷമാണ് ഇതിൽ നിന്ന് ലോണൊക്കെ തന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ തുടങ്ങാനുള്ള ഇതൊക്കെ തന്നത്. അങ്ങനെയാണ് ഇവിടെ ഒരു സംരംഭം തുടങ്ങി ഇങ്ങനെ കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഷോപ്പാണ് തുടങ്ങിയത്. അതിൻ്റെ പേര് SS മൊബൈൽസ് എന്നാണ്. അതിൽ ഞാനിപ്പോൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. ഇതിലിങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനമൊക്കെ കണ്ടെത്തി നല്ല രീതിക്ക് മുമ്പോട്ട് പോകണം. അതിനൊക്കെ സഹായിച്ചത് ഈ കുടുംബശ്രീ വഴിയുള്ള സമീപനങ്ങളാണ്. അതുമായിട്ടൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോകണം, കുഴപ്പമില്ലാതെ ലോണൊക്കെ കിട്ടി. അതുമായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അതൊക്കെ വിറ്റ് അതിൻ്റെയൊക്കെ ലാഭങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് പോകണത്. ഞങ്ങളെ വീട്ടിലൊരു വലിയൊരു വരുമാനമായിട്ടൊക്കെ. മൊബൈലല്ലാതെ ഇവിടെ ഗോൾഡ് റിംഗ് ഉണ്ട്, പിന്നെ ആക്സസറീസിൻ്റെ സാധനങ്ങൾ, മൊബൈൽ റീചാർജ്, പിന്നെ അത്യാവശ്യം ഫാൻസി ഐറ്റങ്ങൾ എല്ലാം ഉണ്ട്. കുട്ടികളൊക്കെ വരാറുണ്ട്, പ്രിൻ്റുണ്ട്, ബാങ്കിൽ നിന്നൊക്കെ ഉള്ള പ്രിൻ്റുകളൊക്കെ കിട്ടാറുണ്ട്. കൂടുതൽ കസ്റ്റമർ റീചാർജിന് വേണ്ടിയിട്ടാണ് കൂടുതലും കസ്റ്റമർ. വയസ്സായ മാമനും അമ്മമാരൊക്കെ എന്നെ ഇവിടെ നിന്ന് തിരക്കിയൊക്കെ ഇരിക്കും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അല്ലാതെ ഉള്ള ആൾക്കാരൊക്കെ എല്ലാം ഗൂഗിൾ പേ വഴിയൊക്കെയാണ് റീചാർജ്. അതിൽ നിന്നൊക്കെ ഉള്ള വരുമാനങ്ങളൊക്കെ കുറവാണ്. പിന്നെ ഇതുപോലുള്ള വയസ്സായവരൊക്കെയാണ് നമ്മളെ സമീപിച്ച് റീചാർജൊക്കെ ചെയ്യുന്നത്. പഴയതിൽ നിന്നൊക്കെ കച്ചവടങ്ങളൊക്കെ റീചാർജൊക്കെ ഉള്ളത് കുറവാണ്. പിന്നെ ഗോൾഡ് റിംഗൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകണം. സ്വന്തമായിട്ട് തുടങ്ങുന്നതാകുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രീഡം ഉണ്ട് ഇതായിട്ടുള്ളത്. പിന്നെ നമ്മളെ കയ്യിലുള്ള ലാഭങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങുന്നതാണ് നല്ലത്.